ഞാൻ അഡ്വക്കേറ്റ് കെ.എ. ബാലൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 2019 പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിൽ ഈ ചർച്ചകൾ പലതും നമ്മളെ മിസ്ലീഡ് ചെയ്യത്തക്ക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൗരത്വം എടുത്തു കളയാനുള്ള ഒരു നിയമമല്ല. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം പ്രധാനമായിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്യുമെന്നുള്ള രീതിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഒരു ഭയം സൃഷ്ടിക്കാനുള്ള പുറപ്പാടാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നിയമം കൊണ്ട് ഇന്ത്യയിലെ പൗരന്മാർക്ക് ആർക്കും യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 2019 പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് മുൻപ് 2019 തന്നെ പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരുന്നു. ഈ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കുമ്പോഴാണ് അത് നിയമമായിട്ട് മാറുന്നത്. ഈ ബില്ലിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഈ നിയമത്തെക്കുറിച്ച് പ്രതികൂലമായി പറയുന്നവർ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബില്ലിന്റെ ഏറ്റവും അവസാനം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓബ്ജക്റ്റ് ആൻഡ് റീസൺസ് എന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്താണ്, അതിൻ്റെ റീസൺസ് എന്താണ്, ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും മതപരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വന്ന ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, സിഖുകാർ, പാഴ്സികൾ, ജൈനർ, ബുദ്ധമതം, ഈ 6 മതക്കാർക്ക് ഏറ്റവും അധികം പീഡനങ്ങൾ അനുഭവിക്കുമെന്നുള്ള ഭയം മൂലമോ അവിടുന്ന് ഇന്ത്യയിലേക്ക് പ്രാണരക്ഷാർത്ഥം വന്നിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭേദഗതി നിയമമാണിത്. പ്രധാനമായിട്ടും വളരെ ക്രൂരവും നീചവും നിന്ദ്യവും പൈശാചികവുമായ മതപീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും മതപീഡനത്തിന്റെ പേരിൽ വന്നവർക്ക് മാത്രം മാനുഷിക പരിഗണന കുറിച്ച് നൽകുന്ന ഒരു പൗരത്വമാണ് നമ്മൾ ഈ നിയമം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 2014 ഡിസംബർ 31 മുമ്പ് വന്നവർക്കാണ് ഇപ്പോൾ ഈ പൗരത്വം കൊടുക്കുന്നത്. ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൺസെഷൻ, സാധാരണഗതിയിൽ മറ്റുള്ള ആളുകളാണെങ്കിൽ 11 വർഷം ഇന്ത്യയിൽ തുടർച്ചയായിട്ട് താമസിക്കുന്നവർക്ക് മാത്രമാണ് ഈ പൗരത്വം കൊടുക്കുന്നതിന് പറ്റുമായിരുന്നത്. പക്ഷെ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷമായിട്ട് കുറവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒഴിച്ചു നിർത്തി പൗരത്വം കൊടുക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഉദിക്കുന്നില്ല. കാരണം ഇത് മുസ്ലിം പീഡനം സഹിക്കവയ്യാതെ പ്രാണം മാത്രം കയ്യിൽ പിടിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 2 ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ, അത് ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ടും വെസ്റ്റ് പാകിസ്ഥാനുമായിട്ടാണ്. ഈ പാകിസ്ഥാനിൽ 24% ന്യൂനപക്ഷ സമുദായക്കാരുണ്ടായിരുന്നു. അത് ഹിന്ദുക്കളും കൂടാതെ ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാം ഉൾപ്പെടെ 24% ഉണ്ടായിരുന്നു. ഈ 24% ഉണ്ടായിരുന്ന ന്യൂനപക്ഷക്കാർ ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത് 2% താഴെയാണ്. അപ്പം ബാക്കിയുള്ള 22% ന്യൂനപക്ഷ സമുദായക്കാർ എങ്ങോട്ട് പോയി? അവരൊരിടത്തും പോയതല്ല, അവരെ നിർബന്ധപൂർവം ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ മതപരിവർത്തനം ചെയ്യുന്ന ഭയം കൊണ്ട് ചെയ്തവരും അല്ലെങ്കിൽ ചെയ്യാത്തവരെ കൊല ചെയ്തവരും ഒക്കെ അങ്ങനെ പീഡനങ്ങൾ സഹിച്ച് അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി, പെൺകുട്ടികൾ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ പോയി വിവാഹം കഴിക്കുക, ഇങ്ങനെയുള്ള എല്ലാവിധ പീഡനങ്ങളും അനുഭവിച്ചവരാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷങ്ങളുടെ പീഡനം അതിഭയങ്കരമായപ്പോൾ ജീവനും കൊണ്ട് മാത്രം അവരുടെ സ്വത്തുക്കള്, അവരുടെ വസ്തുവകകള്, അവരുടെ കച്ചവടം, അവരുടെ ബിസിനസ്, കൃഷി സ്ഥലങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു വന്ന ആളുകൾക്ക് മാനുഷിക പരിഗണന കൊടുത്ത് കേരള സർക്കാർ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം.
ഇതിനകത്ത് എതിർക്കുന്നവർ പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാതെ ബാക്കിയുള്ളത്, ഇതിനകത്ത് മതപരമായിട്ടുള്ളൊരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരന് എങ്ങനെ പൗരത്വം ലഭിക്കുമെന്നതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനുച്ഛേദം 5 മുതൽ 11 വരെ. ഇത് കൂടാതെ 1955 ഈ ഭരണഘടന അനുസരിച്ചൊരു നിയമം ഉണ്ടാക്കിയ ഇന്ത്യൻ പൗരത്വ നിയമം 1950. ഇതിലൊന്നും തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം കൊണ്ടുവന്ന നിയമത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? ഇവിടെ നിലവിലുള്ള ഒരു ഇന്ത്യൻ പൗരനും, ഉദാഹരണം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇന്ത്യ വിട്ട് പോകേണ്ട കാര്യമോ അവരുടെ നിലവിലുള്ള പൗരത്വം എടുത്തു കളയാനോ ഈ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് സാധ്യമല്ല. അത് കാരണം നമ്മുടെ ഭരണഘടന മതേതരത്വമായ ഭരണഘടനയാണ്. അതിപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളില് മതേതരത്വം എന്ന വാക്ക് തിരികെ കയറ്റിയതിന് ശേഷം മതേതരത്വമായതല്ല ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ഭരണഘടന നിർമ്മാതാക്കൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഒരു മതേതരത്വ ഭരണഘടനയായിട്ട് തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസമില്ല. കാരണം അത് ആർട്ടിക്കിൾ 14 പറയുന്നു, ഇന്ത്യയിലെ പൗരന്മാർ മാത്രമല്ല എല്ലാ പൗരന്മാരും നിയമത്തിന്റെ മുൻപിൽ സമന്മാരാണ്. അവിടെ പൗരന്മാരാ. അനുച്ഛേദം 15ഉം 16ഉം പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ താമസ സ്ഥലത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 14 അനുസരിച്ചിട്ട് ആണ് എല്ലാ പൗരന്മാരെയും ബാധിക്കുന്നത്. പൗരത്തെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 14 ബാധകമല്ല. ആർട്ടിക്കിൾ 15 അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്നത്. ആർട്ടിക്കിൾ 16 ഒക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളാണ്. ആ അവകാശങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. പിന്നെ നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് എന്ന് പറയുന്നത് തന്നെ ആർട്ടിക്കിൾ 14 അത് ഒരു മിഥ്യ ആണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം സമന്മാർ തമ്മിലെ സമത്വമുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 14 അനുസരിച്ചിട്ട് എല്ലാവരും തമ്മിൽ നിയമത്തിന്റെ മുൻപിൽ സമന്മാരല്ല. സമന്മാര് തമ്മിലെ സമത്വമുള്ളൂ. ഇക്വാളിറ്റി എമംഗ് ഈക്വൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആപേക്ഷികമായിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 14. ഇവിടെ ആർട്ടിക്കിൾ 14 വരുന്ന ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് സർക്കാരിന് അധികാരമുണ്ട്, ഭരണകൂടത്തിന് അധികാരമുണ്ട്. റീസണബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അവിടുന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനം സഹിച്ച് ഇന്ത്യയിലേക്ക് വന്നവരും അവരെ പീഡിപ്പിച്ചവരും തമ്മിൽ സമന്മാരല്ല. അവരെ പീഡിപ്പിച്ചത് ആരാണ്? പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളുടെ അവർ പീഡകരാണ്. അവരുടെ പീഡനം സഹിക്കവയ്യാതെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാഴ്സികളും ബൗദ്ധരും സിഖ് മതക്കാരും ബുദ്ധമതക്കാരും എല്ലാം രണ്ടു കൂട്ടരും കൂടെ കൊല്ലം ചെയ്യാൻ തുല്യരല്ല. അപ്പൊ തുല്യര് തമ്മിലെ തുല്യതയുള്ളൂ. അപ്പൊ മുസ്ലിങ്ങൾ പീഡിപ്പിച്ചവരും ഇവർ പീഡനത്തിനിരയായവരുമാണ്. അപ്പൊ പീഡിപ്പിച്ചവർക്കും പിന്നെ പൗരത്വം കൊടുക്കണം. നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ അവരെ പീഡിപ്പിച്ചവർ ഇന്ത്യയോട്ട് വന്നാൽ അവർക്കും പൗരത്വം കൊടുക്കണമെന്നാണ് ഇവരിപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നവരാ. പീഡനം സഹിക്കവയ്യാതെ ഇങ്ങോട്ട് പോന്നിട്ടുള്ള. അതേസമയത്ത് മതത്തിന്റെ പേരിലുള്ള പീഡനമാണിത്. മതത്തിന്റെ പേര് ഇപ്പൊ പാകിസ്ഥാനിലെ മതത്തിന്റെ പേരിലുള്ള പീഡനം, മുസ്ലിങ്ങൾ തമ്മിലുള്ള പീഡനം എന്ന് വെച്ചാൽ മതത്തിന്റെ പേരിലുള്ളതല്ല. ഇപ്പൊ മുസ്ലിങ്ങൾ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് ബാക്കിയുള്ള മതക്കാരെയാണ് പീഡിപ്പിക്കുന്നത്. ആ പീഡനത്തിന് വിധേയമായിട്ട് വന്നവർക്ക് കൊടുക്കുന്ന ഒരു കൺസെഷനാണ് ഈ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത്. അല്ലാതെ യാതൊരു വിധത്തിലും നിലവിലുള്ള പൗരന്മാരുടെ പൗരത്വം എടുത്ത് കളയാൻ വേണ്ടിയുള്ളതല്ല. പിന്നെ നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നതിനകത്തും വാസ്തവമില്ല. എല്ലാ നിയമങ്ങളും ഇവിടെ തുല്യമായിട്ടല്ല. ക്രിസ്ത്യാനികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് വെവ്വേറെ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമാണ്. അത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചോട് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് വേറെ നിയമമാണ്, മുസ്ലിങ്ങൾക്ക് വേറെ. അപ്പൊ നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരല്ല. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞ് അനുച്ഛേദം 29-ലും അനുച്ഛേദം 30-ലും പറയുന്നുണ്ട്.
ആ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് ഒരു പ്രത്യേക അവകാശം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിലെ പൗരന്മാര് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും നോക്കാതെ എല്ലാ പൗരന്മാരെയും തുല്യമായി കണക്കാക്കുന്ന ഒരു ഭരണഘടന ആണ് നമുക്കുള്ളതെങ്കിൽ ഈ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ പൗരന്മാരെയും തുല്യമായിട്ടല്ല ഇവിടെ കണക്കാക്കുന്നത്. നമ്മുടെ ഭരണഘടന ഒരു മതേതര ഭരണഘടന ആകണമെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എല്ലാം ഒരേപോലെ വരണം. ആ ഒരു വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ നിയമത്തിന്റെ മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരാകുള്ളൂ. ഇവിടെ എല്ലാ പൗരന്മാരും തുല്യരല്ലാതായിരിക്കുന്നത് കൊണ്ട് ഈ വിവേചനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിവേചനമല്ല, റീസണബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടാണ് പീഡിപ്പിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ പറ്റില്ല, പീഡനം പറ്റി ഇവിടെ വന്നവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നു എന്നാണ് ഇതിന്റെ വാസ്തവം. ഇതുകൊണ്ട് ഇന്ത്യയിലെ നിലവിലുള്ള ഒരു പൗരന്റെയും പൗരത്വം നഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് ഈ നടക്കുന്ന കോലാഹലങ്ങളെല്ലാം വെറും രാഷ്ട്രീയ കോലാഹലങ്ങളാണ്. രാഷ്ട്രീയമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒരു കലഹം മാത്രമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, ഇതിനെ ചോദ്യം ചെയ്ത് ധാരാളം റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതിയിലുണ്ട്. ഈ ഏപ്രിൽ 9 ആ കേസ് ഇരിക്കുകയാണ്. കോടതിയിൽ ആ കേസ് ഇരിക്കുമ്പോൾ ആ കേസിന്റെ വിധി വരുന്നിടം വരെയെങ്കിലും ഇവർ ക്ഷമിക്കേണ്ടതാണ്. കോടതി വിധി ഏത് നിയമമാണെങ്കിലും ഭരണഘടന നിയമവിധേയമല്ല എന്ന് പറയാനുള്ള അധികാരം പൊതുജനങ്ങൾക്കല്ല, അത് പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമാണ്. ഏത് നിയമവും ഭരണഘടനാ വിധേയമല്ലെന്ന് കണ്ടാൽ അത് റദ്ദാക്കി കളയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതി അതനുസരിച്ചിട്ട് കേസ് കേട്ടുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി നിയമവിരുദ്ധമായ ഒരു നിയമമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എടുത്ത് കളയും. അപ്പൊ ഈ ഉണ്ടാക്കുന്ന ഈ സമരങ്ങളും കോലാഹലങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും.